സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ഹാർട്ട് ഓഫ് ഹെവനിൽ നമ്മള് ബ്രദർ പീറ്റർ പട്ടർമഠം അദ്ദേഹത്തിന്റെ വിശേഷങ്ങളുമായിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഈ ആഴ്ചയും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ തുടരുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഒത്തിരി സ്നേഹത്തോടു കൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക്. ഇടതുപക്ഷ ഭാഗത്തോട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് എങ്ങനെയാണ് ഈ നവീകരണത്തിലേക്ക് വന്നത്? എൻ്റെ RSP സുഹൃത്തുക്കളായ ഗോപിനാഥൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ ഡിവൈനിൽ വന്ന് ധ്യാനം കൂടി. ഞാൻ കത്തോലിക്കനാണെങ്കിൽ ഞാൻ പോയില്ല. എൻ്റെ സുഹൃത്തുക്കളായ ഈ ഗോപിനാഥൻ നായരും ശങ്കരപ്പിള്ളയൊക്കെ ഇവിടെ വന്ന് ധ്യാനം കൂടി. അവർ നായേഴ്സാണ്. അവരിവിടെ വന്ന് ധ്യാനം കൂടി കഴിഞ്ഞ് എന്നോട് വന്ന് പറയണേ, സഖാവെ ഡിവൈനിലൊരു ധ്യാനം കൂടണം. ധ്യാനം കൂടിയ പാർട്ടിയിൽ നിന്ന് വളർന്നതല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരനാകാം, മനസ്സ് നല്ല ക്ലിയറായിരിക്കും, വഞ്ചനയില്ലാത്ത, ചതിവില്ലാത്ത, അങ്ങനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാകാം എന്ന് പറഞ്ഞു. ഞാൻ അതിന് വലിയ വിലയൊന്നും കൊടുത്തില്ല. എന്നാലും എൻ്റെ നേരെ മൂത്ത ചേട്ടൻ്റെ ഭാര്യയും അവർ നല്ല കരസ്മാറ്റിക്കാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജോൺ. കൊച്ചിൻ കോർപ്പറേഷനിലെ അക്കൗണ്ടൻ്റ് ആയിരുന്നു, ഇപ്പോഴും ഉണ്ട്. ശരി, പറയൂ. അവർ നല്ല കരസ്മാറ്റിക്കായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ കയറി താമസത്തിന് എന്നെയും ഭാര്യയും മകനെയും വിളിച്ചപ്പോൾ ഞങ്ങളവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് 5-6 പള്ളിയിൽ, പാലാ രൂപതയിലെയും എറണാകുളം രൂപതയിലെയും വിജയപുരം രൂപതയിലെയും കോട്ടയം രൂപതയിലെയും 4 രൂപതയിലെ അച്ഛന്മാർ അവിടെയുണ്ട്. അവർ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയാണ്, കരസ്മാറ്റിക് പ്രാർത്ഥനയാണ്. ഞാനും ഭാര്യയും വേറൊരു മുറിയിൽ ഈ വാതിൽ തുറന്ന് ഒളിഞ്ഞിരുന്ന് കേൾക്കുക. അപ്പൊ ഈ അച്ഛന്മാരും അവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം കൂടെ സന്തോഷം കൊണ്ട് കരയുക. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം മാനസിക രോഗം ആരംഭിച്ചു. കാരണം ഒരു സന്തോഷമുള്ള ദിവസം ഇരുന്നോണ്ട് കരയുക, ഒരു പരിഹാസത്തോടു കൂടിയാണ് അതിനെ കാണാൻ പറ്റിയത് അല്ലേ? അപ്പോൾ അന്നേരം എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ചേട്ടത്തി പറഞ്ഞു, ബാബു നീ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, നീ താമസിക്കാതെ തന്നെ പോട്ടയിൽ പോവുകയും ചെയ്യും, ഡിവൈനിൽ പോവുകയും ചെയ്യും, ധ്യാനം കൂടുകയും ചെയ്യും, നിനക്ക് മാനസാന്തരം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനത് അന്നൊന്നും അംഗീകരിച്ചില്ല. പക്ഷേ പിന്നീട് ഈ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ഹിന്ദുക്കൾ 2 പേര് എന്നോട് പറഞ്ഞ പോയി അവിടെ ധ്യാനം ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. പ്രാർത്ഥന നടക്കുന്നതല്ല ഇവർ പറഞ്ഞ്, അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു. ഈ അത്ഭുതം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് 1995 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ധ്യാനം കൂടാൻ വന്നു. അപ്പോൾ ഇവിടെ വരാനൊരു കാരണമുണ്ട്. എനിക്ക് സൊറാസ് ഈ ദേഹ കക്ഷത്ത് പൊട്ടുക, ഈ ഇവിടെ ഈ കുഴിയുള്ളിടത്ത് പൊട്ടുക, നേരെ ഓപ്പോസിറ്റ് പൊട്ടി പൂർണ്ണമായി ചൊറി പൊട്ടി ഇങ്ങനെ അടുകി ജലം ഒഴുകുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഒരുപാട് വിദഗ്ധരായ ഡോക്ടർമാരെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ബേബി ജോണിൻ്റെ ഭാര്യ അന്നമ്മ ചേച്ചിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് തൊടുപുഴയിലെ ഡോക്ടറുണ്ട്, ചാഴിക്കാട് ജോസ് ചാഴിക്കാട്.
അദ്ദേഹമാണ് അദ്ദേഹം ഒന്നിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പോയി ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ള ഡോക്ടറാണ്. എന്നെ നന്നായിട്ട് അറിയാം. ബേബി സാറിന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് നല്ല ചികിത്സ തരുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് എന്നോട് ഈ ജോസാർ പറയാണ്, നിന്റെ ഈ രോഗം ഒരു രോഗമല്ല, ഇത് നിന്റെ ചിന്തകളുടെ ഫലമായി നിന്റെ രക്തത്തിൽ അസിഡിറ്റി കൂടി വരുന്നു, ആസിഡിന്റെ അംശം കൂടി വരുന്നു. നീ ഒരു വല്ലാതെ ചിന്തിക്കുന്നു, അതുമൂലം ഉണ്ടായിട്ടുള്ള രോഗമാണ്. അതിന് മരുന്നില്ല. അതിന് ഏറ്റവും നല്ല മരുന്ന് ഞാൻ പറയാം, പക്ഷേ നീ എൻ്റെ അടുത്ത് ചൂടാകരുതെന്ന് ഡോക്ടർ ജോസ് പറയാണ്. അമേരിക്കയിൽ പോയി, അദ്ദേഹത്തിന്റെ ചേട്ടൻ ഇപ്പോഴും അമേരിക്കയിലെ ഒരു പ്രശസ്തനായ സയന്റിസ്റ്റാണ്. പുള്ളി പറയാണ്, നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്, ഇതിന് ഏറ്റവും നല്ല മരുന്ന് ഡിവൈനിൽ പോയി ധ്യാനം കൂടുകയാണ് ഡോക്ടറും പറഞ്ഞു. എനിക്കത് ഈ കേട്ടപ്പോൾ തന്നെ ഈ ഡോക്ടർക്കും യാതൊരു വിവരമില്ലേ, ഡോക്ടർക്കും വിവരമില്ലേ, ഡിവൈനിൽ പോയി ധ്യാനം കൂടെ രോഗം പോകുന്നു. കാരണം നിന്റെ രോഗം അങ്ങനത്തെ രോഗമാണ്. ഏതായാലും ഞാൻ ഡോക്ടർ പറഞ്ഞ കാര്യവും എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്, ശങ്കരപ്പിള്ളയും ഗോപിനാഥൻ നായരും പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് വെച്ചോണ്ടാണ് ഞാൻ വരുന്നത്. അപ്പം നമ്മൾ തപ്പി നടന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, തപ്പി നടക്കാൻ വന്നതാണ്. അതെ അതെ അതെ. പക്ഷേ അത് നമുക്ക് തന്നെ മാറ്റത്തിന് കാരണമായി, നമ്മളിലേക്ക് തന്നെ. പി ജെ ആന്റണിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. പി ജെ ആന്റണിയുടെ ഈ സാക്ഷ്യത്തിലാണ് എനിക്ക് വന്ന ഹീലിംഗ്. അപ്പോൾ അതിനുശേഷം അങ്ങേക്കുണ്ടായ ചേതോ വികാരം എന്താണ്? അപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും അങ്ങനെയല്ല. അപ്പോഴും ഞാൻ പാർട്ടി ആക്റ്റീവ് മെമ്പറാണ്. ആളുകൾ അറിയാവുന്നവർക്കറിയാം, ജനറൽ മെമ്പർഷിപ്പ് കഴിഞ്ഞ് ആക്റ്റീവ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് വേണമെങ്കിലും മത്സരിക്കാം. ആ മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ഞാൻ. അതായത് നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. സെക്രട്ടറി സാറിനും രാജിവെക്കണ്ട എന്ന് ബേബി ജോണും പറഞ്ഞു. നീ ഡിവൈനിൽ പോയി പ്രസംഗിച്ചൊന്നും കുഴപ്പമില്ല, രാജിവെക്കണ്ട എന്ന് പറഞ്ഞു. ബേബി ജോൺ സാർ ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്. ഞാൻ ഏർപ്പാടും സംവിധാനം ചെയ്ത് കൊടുത്തേക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് തന്നെ ഈ ഞാൻ പനക്കലത്തിനെ കണ്ടു. അച്ഛൻ ഞങ്ങളെ നാട്ടുകാരാ. അച്ഛന് എന്നെ അറിയാം, അച്ഛനെ എനിക്കറിഞ്ഞുകൂടാ. കാരണം അച്ഛൻ വൈക്കം സ്കൂളിലാണ് പഠിക്കണത്, ഞാൻ തലപ്പുറം സ്കൂളിലാണ് പഠിക്കുന്നത്. ആ വടയാറ് എന്ന് പറഞ്ഞാൽ 6-ന്റെ അക്കരയാണ് അച്ഛൻ്റെ വീട്, ഇക്കരയാണ് എൻ്റെ വീട്. അപ്പോൾ അച്ഛൻ എന്നെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, കോളേജിലെ ചെയർമാൻ. കാരണം അച്ഛൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ കൂട്ടുകാരാ. ഈ നക്സൽ പ്രവർത്തനമൊക്കെ അച്ഛന് അറിയോ? അത് കേട്ട് അച്ഛനെ അറിഞ്ഞിട്ടുണ്ടാകാം. കാരണം ഇവിടെ വന്ന് ഞങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ അച്ഛനോട് സംസാരിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് അടുത്ത ആഴ്ച ഈ സമയത്തൊന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്തിനാണെന്ന് എൻ്റെ ഇപ്പോൾ നാട്ടുകാരനായ പനക്കലച്ചൻ അങ്ങനെ പറയുമ്പോൾ വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു, തിരക്കുണ്ട്, ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന UTUCയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, UTUCയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും കൂടെയാണ്. ഒരുപാട് തിരക്കുണ്ട്, ഇടതുപക്ഷ മുന്നണിയുടെ ഏകോപനമാണ്. തിരക്കുണ്ടെങ്കിലും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ഒന്നിച്ചുണ്ടേ. ഊണ് കഴിഞ്ഞ് കൈ കഴുകി കഴിഞ്ഞ എന്നോട് അച്ഛൻ പറഞ്ഞേ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ കൂടെ പോകുന്ന മലയാളം സ്റ്റേജിലേക്കാണ്. ഇന്നത്തെ പോലെ 500, 600, 1000 ഒന്നല്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആളുകളാണ് സ്റ്റേജ് കൂട്ടുന്നത്. എൻ്റെ കൂടെ സ്റ്റേജിൽ വരാൻ പറഞ്ഞു. സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് എന്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കസേരയിട്ട് ചവിട്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. അച്ഛൻ തന്നെ മൈക്കിൽ കൂടെ പറയാണ്, ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നക്സൽ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ, തലപ്പുറം ദേവസ്വം ബോർഡ് കോളേജിൽ 2 വർഷം അടുപ്പിച്ച് ചെയർമാനായ ആൾ, ഇപ്പോൾ RSPയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായ സഖാവ് പീറ്റർ പട്ടർമഠത്തിനെയാണ് നിങ്ങളെ, അപ്പോൾ സഖാവ് എന്നുള്ള വാക്കാവും, സഖാവ് പീറ്റർ പട്ടർമഠത്തിനെ ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ധ്യാനം കൂടാൻ വന്നു. കഴിഞ്ഞ ആഴ്ച വന്ന് ധ്യാനം കൂടി, ഈ ആഴ്ച ഒന്നും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നു. അദ്ദേഹം ധ്യാനം കൂടാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് മൈക്കൂടെ പറയും. കൂടുതൽ അനുഭവം പറയാം. എന്നിട്ട് അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ ഇങ്ങനെ കോളേജിൽ ചെയർമാനായിരുന്നു, അതായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ അനുഭവം വരാനുള്ള കാരണമൊക്കെ പറഞ്ഞു.
എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിരുന്നാൽ പനക്കലച്ചൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ആ സമയം മുതൽ ഞാൻ പ്രസംഗിച്ച് തീരുന്ന വരെയുള്ള, രാഷ്ട്രീയക്കാരനല്ലേ പ്രസംഗിക്കുന്ന വൈക്ക് കിട്ടി പ്രസംഗിക്കില്ലോ, തീരുന്ന വരെയും കയ്യോട് കയ്യടിയാ, ഭയങ്കര കയ്യടി. അവിടെ 10,000 ആളുകൾ നിർത്താത്ത കയ്യടിയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ടത്. ഉണ്ടോ? ഞാൻ സ്റ്റേജിലുണ്ടാവും. ആ സത്യത്തിൽ രാജു സ്റ്റേജിലുണ്ട്. അല്ല, അപ്പൊ ജനങ്ങൾ കേൾക്കും അവരെന്ത് വിചാരിക്കും ഞാൻ ഈ ഒരു മേഖലയിൽ നിന്ന് വന്നത്, അതിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല ആ സമയത്ത്, അല്ലേ? അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. കാരണം ഞാൻ കപ്പേരുടെ മാനല്ലേ, അല്ലാതെ ഞാൻ നക്സലൈറ്റായിട്ടല്ലേ ജനിച്ചത്. ഞാൻ കപ്പേരുടെ മാനായിട്ട് കത്തരീനായിട്ടല്ലേ ജനിച്ചത്. എന്നിട്ട് പ്രസംഗം കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ ഞങ്ങൾ രണ്ടും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോന്നു വെച്ചപ്പോഴത്തേക്ക് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛന് വലിയ ചതിവാണല്ലേ കളിച്ചത്. അപ്പോൾ അച്ഛന് സ്വസ്ഥമായ ഒരു ശൈലിയുണ്ട്, ആ ശൈലി അച്ഛൻ പറഞ്ഞു, അത് സഹാബിഞ്ഞ് ഇപ്പോൾ അന്ന് 110 രൂപയാണ് ഫീസ്. 110 രൂപ മുടക്കി രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെയും എന്നെ നന്നാക്കിത്താ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുക ആളുകളല്ലേ. അവർ നന്നാകണം എന്നൊരാഗ്രഹം സഖാവിനുള്ള, ഞങ്ങൾക്കുള്ള പോലെ സഖാവിനും ഇല്ലേ? അവർ നന്നാകണം, ഞങ്ങളെ നന്നാക്കി തരാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പം ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെയാണ് ഈ മനുഷ്യനെ നന്നാക്കാൻ നടക്കുന്നത്. അപ്പോൾ സഖാവ് കല്യാണമൊക്കെ കഴിച്ച് ഒരു കുട്ടിക്ക് ഉള്ള ആളാണല്ലോ, അപ്പോൾ നന്നാക്കാൻ കൂടാൻ പാടില്ല. അത് അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഗൗരവത്തിലെടുത്തില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം അച്ഛന്മാരുടെ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കണം, അന്നും ഇന്നും അങ്ങനെ കഴിക്കണം. ഊണ് കഴിച്ചിട്ട് കൈ കഴിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തൊട്ട് പുറകിൽ നായ്ക്കമ്പറന്ന് ഉണ്ട്, കൈ കഴുകാനുണ്ട്. കൈ കഴുകിക്കൊണ്ടിരുന്ന അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി ആ രാഷ്ട്രീയം അങ്ങോട്ട് രാജിവെക്കാൻ പറഞ്ഞു, എന്നിട്ട് ഇവിടെ തന്നെ സ്ഥിരം നിൽക്കാൻ പറഞ്ഞു. അത് ഞാൻ തീരുമാനിച്ചില്ല. അപ്പോൾ എൻ്റെ ചേട്ടന് കരസ്മാറ്റിക്കാണല്ലോ, ചേട്ടനോട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേ പറഞ്ഞ ചേട്ടാ ഇങ്ങനെ നായ്ക്കമ്പറ അച്ഛൻ രാജിവെച്ചിട്ട് ഇവിടെ സ്ഥിതി നിൽക്കാൻ പറഞ്ഞു. ചേട്ടന് പറഞ്ഞത് എന്താണെന്ന് പറയാം, നായക്കമ്പുറത്തിന് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെങ്കിൽ നീ അത്തുപോവും രാജിവെച്ചില്ലേ. നമ്മളെ ഒന്ന് പേടിപ്പിച്ചു. അച്ഛൻ പറഞ്ഞാൽ കേട്ടില്ലേ നീ അത്തുപോവും. അങ്ങനെ പേടിച്ചിട്ടല്ല രാജിവെച്ചു. അപ്പം പനക്കടച്ചനും ഒരു നല്ല സമീപനം, നായ്ക്കമ്പുറച്ചൻ ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാ ആഴ്ചയിലും വന്ന് ഇങ്ങനെ ഈ ജീവിതാനുഭവം എന്ന് പറയാമോ എന്ന് ചോദിച്ചു. സാക്ഷ്യം പോലെ അല്ലേ? മാത്യുവച്ചനും പറഞ്ഞു, നായ്ക്കമ്പുറച്ചനും പറഞ്ഞു, നിന്റെ സാക്ഷ്യം നല്ലതാണ്, പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒന്ന് പറയാം. അല്ല, തീർച്ചയായിട്ടും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അങ്ങയുടെ ജീവിത അനുഭവ സാക്ഷ്യം പറയുമ്പോൾ ഓരോ ആഴ്ചയിലെ ശുശ്രൂഷയ്ക്ക് വരുന്നവരും അത് അവർക്കെല്ലാം ഒരു പുതിയ സൃഷ്ടിയാകുവാൻ, മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അങ്ങയുടെ സാക്ഷ്യം ഒത്തിരിയേറെ ജീവിതങ്ങളെ ഉയർത്തി. രാജു അന്നൊക്കെ ആളുകൾ ഞങ്ങളോട് പറയേ, PJ ആന്റണിയുടെയും അരവിന്ദാക്ഷമേനന്റെയും പട്ടർമഠത്തിൻ്റെയും അനുഭവ സാക്ഷ്യം ക്ലാസ് കേൾക്കാനാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ നമ്മുടെ പാട്ടുകാരനായിരുന്ന ആന്റണി ഫെർണാണ്ടസിൻ്റെയും ഇതൊക്കെ കേൾക്കാനാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറയുമായിരുന്നു. ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്, ഈ അനുഭവ സാക്ഷ്യം ഇനിയും തിരിച്ച് ഡിവൈൻ ധ്യാനത്തിൽ വരണം. അതെ, ആ അഭിഷേകത്തിൽ ആളുകൾ ഇനിയും നവീകരണത്തിൽ വരണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ശുശ്രൂഷ ഞാനത് പനക്കടച്ചനോട് ഷെയർ ചെയ്തായിരുന്നു ഒരു ദിവസം. അല്ല, നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പോൾ കൂടുതലും അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നുള്ളതാണ് അതിൻ്റെ ഒരു. അതെ. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. പീറ്ററേട്ടാ, ഇപ്പോൾ അങ്ങ് ഗുഡ്നസ് ഫെലോഷിപ്പിനോട് ചേർന്ന് വർക്ക് ചെയ്യുന്നു. അതുകൂടാതെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷയായിട്ട് അങ്ങ് ചേർന്ന് നിൽക്കുന്നു. എന്തൊക്കെയാണ് അങ്ങയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും ശുശ്രൂഷ രീതികളും? ഇപ്പോൾ ഞാൻ കേരളത്തിലെ സുവിശേഷ വേലക്കാരുടെ സംഘടനയാകുന്ന ഡിവൈൻ ഗുഡ്നസ് ഫെലോഷിപ്പിൻ്റെ
സംസ്ഥാന പ്രസിഡൻ്റാണ്. ഓക്കെ, അതിൻ്റെ സംസ്ഥാന സ്ഥാപകൻ പനകലച്ചനാണ്. ശരി. അത് ഇപ്പോൾ എൻ്റെ ചെയർമാനായിരിക്കുന്നത് ഗുഡ്നസ് ടി വിയുടെ MD ആയിരിക്കുന്ന ചാരങ്ങാടി അച്ഛനാണ്. ഓ ശരി. അലക്സ് ചാരങ്ങാടി അച്ഛനാണ്. അതെ, ഞാൻ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ശരി. ഇപ്പോൾ നമുക്ക് കേരളത്തിലെല്ലാം കൂടെ ഒരു 3600ഓളം സജീവ പ്രവർത്തകരുണ്ട്. ഉവ്വ. അവരിൽ സജീവമായ നേതൃത്വ നിലവാരമുള്ള ആളുകൾ 350 പേരുണ്ട്. അത് ഈ കേരളത്തിൻ്റെ പല ജില്ലകളിൽ, എല്ലാ കേരളത്തിൽ 14 ജില്ലയുണ്ടെങ്കിൽ ഗുഡ്നസ് കൂട്ടായ്മയ്ക്ക് 15 ജില്ലയുണ്ട്. ഓക്കെ. അതായത് എറണാകുളം ജില്ലയുടെ ഹൈ റേഞ്ച് മേഖലയും ഇടുക്കി ജില്ലയുടെ ദേവികുളം കൂടെ ചേർത്തിട്ട് അടിമാലി ജില്ല എന്ന് പറഞ്ഞ ജില്ലയുണ്ട്. എല്ലാ ജില്ലകളിലും സജീവമായി പ്രവർത്തനം ഫുൾ ടൈം പ്രവർത്തിക്കുന്ന നല്ല നല്ല കേഡർ സ്വഭാവത്തിലാണ് ഞാൻ ഈ സംഘടന ഉണ്ടാക്കിയിരുന്നത്. അത് സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ 5 പേര്, അതിൻ്റെ താഴേക്ക് 350 മേഖലാ ലീഡർമാർ, അങ്ങനെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. സജീവമായിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ എന്തൊക്കെയാണ് ശുശ്രൂഷപരമായിട്ട് ചെയ്യുന്നത്? ശുശ്രൂഷപരമായി ഈ ഗുഡ്നസ് ടി വിയുടെ മേഖലയിലാണ് എൻ്റെ മുഴുവൻ വർക്കും. ഓക്കെ. അതായത് ഗുഡ്നസ് ടി വി എവിടെയെങ്കിലും കേരളത്തിൽ കിട്ടുന്നില്ലെങ്കിൽ കിട്ടാത്ത മേഖലയിൽ നിന്നുള്ള നമ്മുടെ ആളുകളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൻ്റെ 140 നിയോജക മണ്ഡലത്തിൽ 280 പേരും നമ്മുടെ ലീഡേഴ്സുണ്ട്. എവിടെയെങ്കിലും ഗുഡ്നസ് ടി വി കിട്ടുന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, അത് കിട്ടാനുള്ള സംവിധാനം ചെയ്യും. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പീറ്റർ ചേട്ടനോട് ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നേരിട്ട് ചോദിക്കുകയാണ്. കാരണം പല സ്ഥലങ്ങളിൽ നമ്മൾ കേരളത്തിൽ തന്നെ പല ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ്. ഗുഡ്നസ് ടി വി നിങ്ങളിവിടെ കാണാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ, ഗുഡ്നസ് ടി വിയോ, അതേതാ ടി വി? ഞാൻ പറയും ഡിവൈൻ്റെ ഗുഡ്നസ് ടി വി. അയ്യോ, അത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ റിമോട്ടിൽ കൊണ്ടുപോവാ. ഞാൻ പലപ്പോഴും പല വീടുകളിൽ നിന്ന് ട്യൂൺ ചെയ്ത് ടി വി ചാനൽ സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇച്ചിരൂടെ ആക്റ്റീവായിട്ട് പാരീഷുകളിലും ഭവനങ്ങളിലും എല്ലാം ഇത് എത്തിക്കാൻ പറ്റുന്ന ഒരു നല്ല സജീവമായ അതിനൊരു പ്ലാൻ ചെയ്തുകൂടെ? ഒന്ന്, ഇത് കത്തോലിക്ക സഭയുടെ ടെലിവിഷൻ ചാനലാണ് എന്ന് കത്തോലിക്കർക്ക് തന്നെ പൂർണ്ണമായി അറിഞ്ഞുകൂടാ. അതാണ് ആദ്യത്തേത്. ഇപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ നിന്നിട്ടുള്ള വചനപ്രഘോഷണത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ബ്രദറിൻ്റെ ഈ വാക്കുകളും സാക്ഷിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവൻ്റെ പ്രേക്ഷകർ പോലും അവരുടെ മനസ്സിലെങ്കിലും ഈ രോഗശാന്തി നൽകുന്ന ഇത്രയും എന്താ പറയുക, ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഒരാളെ മാറ്റിയ ദൈവത്തെ ഒന്ന് അറിയണമെന്ന് അവരുടെ ഉള്ളിലും ഒരാഗ്രഹം തീർച്ചയായും ജനിച്ചിരിക്കണം, അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ലോകത്തിലെ അറിയപ്പെടുന്ന 2 ആത്മീയ കേന്ദ്രങ്ങളെന്ന് പറയുന്നത്, ഒന്ന് മാർപ്പാപ്പയുടെ റോമം, അത് കഴിഞ്ഞാൽ ലോകത്തിലെ കത്തോലിക്കർ അറിയേണ്ട ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്. ഇത് ലോകത്തിലെ 2 ആംഗിളാണ്. മാർപ്പാപ്പയുടെ റോം എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ ഭരണ സ്ഥിരകേന്ദ്രമാണ്, തലസ്ഥാനം. ഡിവൈൻ ധ്യാന കേന്ദ്രമാവട്ടെ നമ്മുടെ വചന ശുശ്രൂഷയുടെ ആത്മീയ സ്ഥിരകേന്ദ്രമാണ്. ഇത് ഒട്ടകം നമ്മുടെ ആളുകൾക്കൊക്കെ ബോധ്യം വന്നിട്ടുണ്ട്. ഇനിയും ബോധ്യം വരാത്ത ആളുകൾ സാധ്യതയില്ല. കാരണം 6.5 കോടി ജനങ്ങൾ ഇപ്പോൾ തന്നെ ധ്യാനം ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനും നമ്മുടെ മറ്റിതര ബോംബെ ഉൾപ്പെടെ കൽക്കട്ട ഉൾപ്പെടെയുള്ള മറ്റിതര ധ്യാന കേന്ദ്രങ്ങൾ ഒരു 6 കോടിയിലധികം ആളുകൾ ധ്യാനിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. മാപ്പാപ്പയും റോമും ഉണ്ട്. എന്നാൽ അതിന് സമാനമായി തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രം എല്ലാ കത്തോലിക്കരുടെ മാത്രമല്ല ക്രൈസ്തവ വിഭാഗങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്, അക്രൈസ്തവരുടെ മനസ്സിലുമുണ്ട്, എല്ലാവരും മനസ്സിലുണ്ട്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം രോഗശാന്തി എന്നുള്ളതല്ല, ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ സുവിശേഷം ലോകത്തിൻ്റെ ഔഷധമാണ്. ജീവനുള്ള ദൈവത്തെ, ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പരമപ്രധാനം. അല്ലേ? ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുക അത് ഔഷധമാണ്. ക്രിസ്തുവാണ് ഔഷധം, ഏകരക്ഷകനും
മരുന്ന് ക്രിസ്തുവാണ്, ക്രിസ്തുവിനെ കൊടുത്താൽ മതി. അതെ, അല്ലാതെ പാരസെറ്റമോൾ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. രോഗത്തിൻ്റെ മരുന്ന് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ മതി. കാരണം ക്രിസ്തുവാണ് ലോകത്തിന്റെ സകലത്തിന്റെ മേൽ അധികാരമുള്ളത്. ഉള്ളവൻ എല്ലാത്തിന്റെ മേൽ അധികാരമുള്ളവൻ യേശു ക്രിസ്തുവാണ്. അതെ. കാരണം യേശു ക്രിസ്തു സൃഷ്ടാവാണ്, നമ്മളെല്ലാം സൃഷ്ടികളാണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യമാണ്, ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ആമേൻ. ക്രിസ്തുവിനെ കൊടുക്കുക, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ മനസ്സ് ഒരുക്കുക, പാകപ്പെടുത്തുക. ഇതാണ് എനിക്ക് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് പീറ്റർ. ഒത്തിരി സന്തോഷം പീറ്ററിൻ്റെ നല്ല ജീവിതാനുഭവ സാക്ഷ്യം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിനും. ഇത്രയും തിരക്കിനിടയിലും അതെ, ഈ പ്രായത്തിലും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ചൈതന്യം അങ്ങ് കാണിക്കുന്നതിലും അതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നതിലും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ബ്രദറിന് നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി ഒരു വിശിഷ്ട അതിഥിയെ കൂടി നമുക്ക് ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ക്ഷണിക്കാനുണ്ട്. ഒത്തിരി സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗുഡ്നസ് ടിവിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റവറൻഡ് ഡോക്ടർ അലക്സ് ചാലങ്ങാടി. സ്വാഗതം ചെയ്യാം. അച്ഛാ, നമ്മുടെ ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവനിലെ വിശിഷ്ട അതിഥി ബ്രദർ പീറ്റർ പട്ടർമഠം. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക്. ബ്രദർ പീറ്റർ പട്ടർമഠവുമായുള്ള വളരെ നീണ്ട ഒരു ബന്ധം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അതുപോലെ ഗുഡ്നസ് ടി വിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അൽമായ സംഘടനയാണ് ഗുഡ്നസ് ഫെലോഷിപ്പ് എന്നുള്ളത്. ആ ഗുഡ്നസ് ഫെലോഷിപ്പിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയാണ് ബ്രദർ പീറ്റർ പട്ടർമഠം. ഞങ്ങൾ ഒരുമിച്ച് പല പ്രാവശ്യം പല സ്ഥലങ്ങളിലും പോവുകയും കൺവെൻഷനുകളിൽ ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഒരു അടുത്ത സുഹൃത്തും വലിയ ആത്മബന്ധവുമുള്ള ഒരു വ്യക്തിയാണ് ബ്രദർ പീറ്റർ പട്ടർമഠം എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഗുഡ്നസ് ടി വിയുടെ തന്നെ വലിയ ഒരു പ്രൊമോട്ടറാണ് ബ്രദർ പീറ്റർ പട്ടർമഠം. ഈ പ്രായത്തിലും ചുറുചുറുക്കോടുകൂടെ യുവാക്കളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഓടി നടക്കുകയും യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബ്രദർ പീറ്റർ പട്ടർമഠം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന ബ്രദർ പീറ്റർ പട്ടർമഠത്തിന് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേരുന്നു. ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. എല്ലാ കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബ്രദറിന് നമ്മുടെ ഗുഡ്നസ് ടി വിയുടെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി ഞാൻ അലക്സച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹാർട്ട് ഓഫ് ഹെവനിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഓരോ അതിഥികളുടെയും ഓരോ വ്യക്തിത്വങ്ങളുടെയും ജീവിത അനുഭവങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് ദൈവസ്നേഹത്തെ അറിയാൻ, ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.